ഹലോ ഗുഡ് ഈവനിങ്. ഓണവിഭവങ്ങളിൽ ഏറ്റവും കെങ്കേമൻ പായസം തന്നെയാണ് അല്ലേ. ഞാൻ ഇപ്പോഴും പാലടയാണ് കേട്ടോ ട്രൈ ചെയ്യാറ്. ഇത്തവണ പരിപ്പ് പായസം ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പകുതിയൊക്കെ റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ ബാക്കി പകുതി ഒന്നുകൂടെ ഒരു ഇച്ചിരി ഗോൾഡൻ കളറിലേക്ക് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വേവിക്കുകയാണ്. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചത്. കുക്കറിൽ ഒരു 4 വിസിലോളം ഒരു 3 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെന്ത് കിട്ടിയ പരിപ്പെടുത്തിട്ട് നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ശർക്കര പാനിയാണ്, ഞാനിപ്പോൾ ഒരു 400 ഗ്രാമോളം ശർക്കരയാണ് ഉരുക്കിയിട്ടുള്ളത്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങയുടെ 2 പാൽ, 2 തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പാൽ ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പോളം 2 പാലുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് വെക്കുക. അതിനുശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടികൾ എന്ന് പറയുമ്പോൾ ചുക്ക്, ജീരകം, ഏലക്ക, ഇത് ഇത്തിരി പഞ്ചസാരം കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 പാലും കൂടെ ചേർക്കാം. 1 കപ്പോളം 1 പാലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്യിലാണ് വറുത്തിടുന്നത്. നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ വറുക്കണത്. സൂപ്പർ ടേസ്റ്റിയാണ് പരിപ്പ് പ്രഥമൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്